കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഓർമ്മകളിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒന്നാണ് ഓടപ്പൂവ്. ജടമുറിച്ചു പറിച്ചെറിഞ്ഞൊരു ശങ്കരദ്രുത താണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവായി എന്നുമെന്നും അലങ്കൃതം. ജടമുറിച്ചു പറിച്ചെറിഞ്ഞൊരു ശങ്കരദ്രുത താണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവായി എന്നുമെന്നും അലങ്കൃതം. ഇവിടെ ദക്ഷയാഗം നടന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം യാഗം നടന്ന സമയത്ത് സതീദേവി ചിതേച്ചാടി ആത്മബോധി ചെയ്തു. അപ്പോൾ അതിൽ കോപിഷ്ണനായ ഭഗവാൻ വന്ന് ഇവിടെ നിന്ന് യാഗത്തിൽ വന്ന മഹർഷിമാരുടെയൊക്കെ താടി ജട അതൊക്കെ അറുത്തു മുറിച്ച് കളഞ്ഞു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പൂർത്തിയാകാത്ത ദക്ഷയാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്നവർ യാഗത്തിൽ പങ്കെടുത്ത ഈ താടി ജട കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഐതിഹ്യമാണ് പറയുന്നത്. പിന്നെ ദക്ഷണ താടി എന്ന് പറയുന്നു. അങ്ങനെ പല ഇതും അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സാധനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളത്. വരുന്നവരെല്ലാം ഇവിടുത്തെ ഒരു പ്രസാദം പോലെയാണ് ഇത് കൊണ്ടുപോകുന്നത്. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നൊക്കെ പറയപ്പെടുന്നു. ഇത് പൂജകൾക്കായി ഉപയോഗിക്കുന്ന ഒന്നല്ല, ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗവുമല്ല. എന്നാൽ ഭക്തരുടെ മനസ്സിൽ ഓടപ്പൂവിനുള്ള സ്ഥാനം വളരെ വലുതാണ്. മനശാന്തിയേകും ദർശനം ബാവലിപ്പുഴക്കരെ പിന്നിക്കരെ ശിവദർശനം ശംഭുവന്ദന. ഓടപ്പൂ ഉണ്ടാക്കുന്നത് കാട്ടിലൊക്കെ ഒരു ഓടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വെട്ടിയെടുത്ത് ഓരോ മുട്ടുകളാക്കി മുറിച്ച് അതിൻ്റെ പുറത്തെ പച്ചത്തൊലി കളഞ്ഞ് ഇടിച്ച് കല്ലും കൊണ്ട് ഇടിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മുള്ളും കൊണ്ട് ചീകിയാണ് ഇത് പൂവാക്കി എടുക്കുന്നത്. ഉത്സവം തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുന്നേ പറക്കുഴം എന്ന് പറഞ്ഞൊരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഓടപ്പൂവിൻ്റെ വർക്ക് തുടങ്ങുകയുള്ളൂ. അതിനുശേഷം കാട്ടിൽ പോയി ഓട കൊണ്ടുവന്ന് അവിടെ ഇവിടെ വീടുകളിൽ ചതച്ച് കൊണ്ടുവന്ന് ചീകി ഈ പരുവത്തിൽ പൂവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മഹോത്സവ ദിവസങ്ങളിൽ ലഭിക്കുന്ന ഓടപ്പൂവ് സ്വന്തമാക്കാൻ ഭക്തർ ആകാംക്ഷയോടെ കാത്തിരിക്കും. കാരണം അതൊരു സാധാരണ പുല്ലല്ല, കൊട്ടിയൂരിൽ നിന്നുള്ള ഒരു വിശുദ്ധ ഓർമ്മയാണ്, ഒരു യാത്രയുടെ സാക്ഷ്യമാണ്, ഒരു ദർശനത്തിൻ്റെ അടയാളമാണ്. വർഷങ്ങളായി ഭക്തർ ഓടപ്പൂവ് വീടുകളിൽ സൂക്ഷിച്ചു വരുന്നു. അത് ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണെന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ അതിലുപരി കൊട്ടിയൂർ യാത്രയുടെ ഒരു ജീവനുള്ള ഓർമ്മ കൂടിയാണ് ഓടപ്പൂവ്. മുന്നിൽ വന്നു വണങ്ങിടാം നിന്ദയഖിലമൊഴിച്ചു നാവിലുണർത്തണേ പഞ്ചാക്ഷരി. കാളകൂട വിഷം കുടിച്ചൊരു നീലകണ്ഠ മഹാശിവ നിത്യ നിർമ്മല ശക്തി നായക മുക്തിയേകു മഹാപ്രഭോ.